അപ്പോഴത്തേ നമ്മൾ കടപ്പയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേ ഇവിടെ വലിയ കൃഷിഭൂമികൾ കണ്ട്. വാഴത്തോട്ടങ്ങളാണ് കൂടുതലും. ഒരുപാട് ദൂരമായിട്ട് ഞാൻ ഇങ്ങനെ വാഴത്തോട്ടങ്ങളൊക്കെ കണ്ടുവരികയായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു വാഴത്തോട്ടം, കിലോമീറ്ററുകൾ കിടക്കുന്ന വാഴത്തോട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ വന്ന ഏരിയയിലുള്ള വാഴത്തോട്ടത്തിൻ്റെയൊക്കെ സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ബാക്കിയും കിടക്കുന്നത്. ആ മലനിരയുടെ അടിവാരം വരെ വാഴത്തോട്ടങ്ങളാണ്. ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളെ ചുറ്റിനും കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഈ വഴികളെല്ലാം പോകുന്നത്. ഇതുകൊണ്ട് ഇതിന് മുകളിലൊരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ മലയുടെ മുകളിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ഈ അമ്പലങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അമ്പലങ്ങൾ, പിന്നെ സായിബാബയുടെ ധാരാളം മഠങ്ങളുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റി ഒരു അമ്പലവും ചുറ്റിപ്പറ്റിയാണ് ഗ്രാമങ്ങളുള്ളത്. ആ ഗ്രാമങ്ങളുടെ സൈഡ് മുഴുവൻ ഇതുപോലത്തെ കൃഷികളാണ്. വളരെ മനോഹരമായ വാഴത്തോപ്പുകൾ, പപ്പായത്തോപ്പുകൾ, അതുപോലെ തന്നെ കരിമ്പ് ഇതുവരെ കണ്ടില്ല. നാരകത്തോട്ടം കുറച്ച് മുമ്പേ കണ്ടു. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലൂടെ ആളുകൾ ധാരാളം ആടുകളെയും പോത്തുകളെയും ഒക്കെ ആയിട്ട് നടക്കുന്നത് കാണാം. ഈ സൈഡിലൊക്കെ അതുതന്നെയാണ്. പോത്തുകളെ മേയ്ക്കുന്നവരും ആടുകളെ മേയ്ക്കുന്നവരും ഒക്കെയാണ്. അപ്പോഴത്തെ ദേശീയ പതാക പാറിക്കളിക്കുന്ന നമ്മുടെ സൈക്കിളിൽ കുഞ്ഞ് പതിയെ റെസ്റ്റ് എടുക്കുകയാണ്. അവളെ ജസ്റ്റ് ഒന്ന് ഇറക്കി ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇറങ്ങുന്നോ? ഉറക്കം പോയില്ലേ? അപ്പം ഞാനിപ്പം വോണ്ടിമിട്ടയിലാണുള്ളത്. വോണ്ടിമിട്ട അമ്പലമാണ് ഈ കാണുന്നത്, ശ്രീരാമ ക്ഷേത്രം. ശ്രീരാമ ക്ഷേത്രത്തിൽ ഇതുണ്ടോ, ഇതാണ് ശ്രീരാമക്ഷേത്രം. ഇവിടെ വരുന്ന പിൽഗ്രിംസിന് സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജോലി ചെയ്തിരുന്ന ഒരു ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ആൾ എന്നെ കാണുകയും അദ്ദേഹം ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. അങ്ങനത്തെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കമാനം. വളരെ മനോഹരമായ ക്ഷേത്രമാണ്, പുരാതന ക്ഷേത്രമാണ്. രാവിലെ അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രമാണിത്. കടപ്പയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ക്ഷേത്രം കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായ ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലെ കൊടിമരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ പിൽഗ്രിംസിന് വേണ്ടിയുള്ള ഒരു സ്റ്റേ ഉണ്ട്, അവിടെയാണ് കിടക്കുന്നത്. കുഞ്ഞി ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട്. നമ്മൾ ചെയിനൊക്കെ ഇട്ട് വണ്ടി പൂട്ടി വെച്ചിരിക്കുക. കാരണം വണ്ടി കാറ്റടിച്ച് മറിയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, നാളെ രാവിലെ പോയി ക്ഷേത്രത്തിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ഇന്നത്തെ കാഴ്ച നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ യാത്രയും സ്റ്റോപ്പ് ചെയ്തു. ഇനി ഉറങ്ങാനുള്ള സമയമായി. പോയി കിടന്ന് ഉറങ്ങാൻ. കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാം സെറ്റ്, നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ശ്രീരാമ ടെമ്പിളിലാണ്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. മനോഹരമായ കാഴ്ച. അപ്പോൾ രാവിലെ നല്ല തിരക്കാണ്, കാരണം ഭക്തരുടെ ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ പല്ല് തേക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് വെച്ചിരിക്കുകയാണ്. കാരണം നല്ല തിരക്കുള്ള സമയമാണ് ഇവിടെ. അതുകൊണ്ടോ ഒരുപാട് ഭക്തർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പൂജകളും കാര്യങ്ങളുമൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എപ്പോൾ വേണേലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ക്ഷേത്രത്തിൻ്റെ നടയൊക്കെ തുറന്ന് കിടക്കുകയാണ്. ഇതുണ്ടോ, നടയൊക്കെ തുറന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. മലനിരകളുടെ ഇടയിൽ സൂര്യൻ ഉദിച്ച് മനോഹരമായി നിൽക്കുന്നു. കുഞ്ഞിതേ ഇവിടെ ഇറങ്ങിക്കിടപ്പുണ്ട്. അവൾ സുഖിച്ച് കിടക്കുകയാണ്. അവൾ
ഇന്നലെയാണ് ഒരു അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ടാണ് വന്നത്. അപ്പം മനോഹരമായ പ്രഭാതം കണ്ടുകൊണ്ട് ഇന്നത്തെ യാത്രകൾ ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനുള്ളത് വോണ്ടിമട്ടയിലാണ്. ഇവിടുത്തെ ശ്രീരാമ ക്ഷേത്രം സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ ദേ ഇവിടെ നമുക്ക് രാവിലെ തന്നെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. കുഞ്ഞി ഫാൻസാണ്. ഉണ്ടോ? ഇവരൊക്കെ രാത്രി വന്ന് നമ്മളോട് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഇവരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കാണാൻ വന്നതാണ്, കുഞ്ഞിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ശരി, ഓക്കെ ബൈ. അപ്പോൾ അവർ താങ്ക് യു. അപ്പോൾ അവർ ഓക്കെ ബൈ. അപ്പോൾ അവർ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ഞാനും പതിയെ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് കുളിക്കാനുള്ള അവസരം കിട്ടിയത്. കാരണം ഒരുപാട് പേരുണ്ട്. 250 പേര് കൂടുതൽ ഈ ഹാളിലും ഈ അമ്പലത്തിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ വെളുപ്പിനെ ദർശനം കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളുടെ വണ്ടികളാണ് ഇതൊക്കെ. ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ വണ്ടികളൊന്നുമില്ലായിരുന്നു. ഞാനൊരു 4 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. വന്ന് തന്നെ നേരെ കിടന്നുറങ്ങി. അതിന് ശേഷമാണ് കുഞ്ഞിയെ ഒക്കെ വെളിയിലിറക്കി. ഇതുണ്ട്, അവൾക്ക് രാവിലെ ഫുഡ് കൊടുത്തിട്ട് അവൾ കഴിച്ചിട്ടില്ല. കാരണം ഇന്നലെ നല്ല ഹെവി ഫുഡ് അടിച്ചിട്ട് കിടന്നതാണ്. അപ്പോൾ അവൾക്ക് രാവിലെ ചായ കൊടുത്തപ്പോഴത്തേനും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ അര ലിറ്റർ പാലും കുറേ ബിസ്ക്കറ്റും കുറേ പെഡിഗ്രിയൊക്കെ കഴിച്ചിട്ടാണ് അവൾ കിടന്നത്. അതിൻ്റെ ഒരു ക്ഷീണത്തിൽ അവൾക്ക് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പതിയെ അവളെ ഇവിടെ മൂടിയിട്ടിട്ട് ഞാൻ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. നമ്മൾ തുണി നനച്ച് മൂടിയിട്ടാൽ അവൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അവിടുന്ന് വെയിലടിക്കുന്നതാണ്. അപ്പം നമ്മൾ കുളിച്ചിട്ട് വന്ന തുണി ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിക്കൊരു സുഖത്തിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഒരു വെടിക്ക് 2-3 പക്ഷി. ഇവിടുത്തെ മിക്ക ക്ഷേത്രങ്ങളിലും വളരെ മനോഹരമായ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 100 കണക്കിന് മീറ്റർ ദൂരത്തേക്കാണ് അവരുടെ ഗാർഡൻ പോകുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ ഉഷപൂജ നടക്കുന്ന സമയമാണിപ്പോൾ. ഇവിടെയൊക്കെ 4:30, നമ്മുടെ ഇവിടുത്തെ പോലെ 4:30-ക്കൊന്നുമല്ല. ഇതിന് പ്രത്യേക ടൈമുകൾ വെച്ചാണ് ഇവിടെ 6 മണിക്കാണ് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൂര്യ ഉദയവും അതുപോലെയാണ്. താമസിച്ചാണ് സൂര്യോദയം. അതുകൊണ്ടായിരിക്കണം താമസിച്ച് പൂജ നടക്കുന്നത്. ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ തെക്കുവശത്തെ ഗോപുരത്തിലൂടെയാണ് ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ കിഴക്ക് വശത്ത് വലിയൊരു ഗോപുരമുണ്ട്. നമ്മൾ പതിയെ അമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെളിയിലൂടെ വീഡിയോ എടുക്കുന്നതിന് അനുവാദം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ കയറി എടുത്താലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാതിരുന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, പണ്ട് കാലത്ത് വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള കൽമണ്ഡപങ്ങളാണിത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെയാണ് ആ മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നത്. ഇതുണ്ട്, വളരെ മനോഹരമായ കൽമണ്ഡപമാണ്. പിന്നെ ആളുകൾക്ക് അതിലേക്ക് വരാനുള്ള ഒരു വാക്ക് വേ ഒക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വഴിയുടെ സൈഡിലേക്കുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ഇത് തെക്ക് വശത്തെ ഗോപുരമാണ് ഈ കാണുന്നത്. ശരിക്കും മനോഹരമായ പൂന്തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്രം കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിലും പോയപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് അനുഭവം ഉണ്ടായത്. ഇവിടെയും തമിഴ്നാട്ടിലെയും പ്രധാന ക്ഷേത്രങ്ങളുടെ ചുറ്റും പൂന്തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കാഴ്ച. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ അത് വരുന്ന ഭക്തർ നശിപ്പിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ ഈ ദേവസ്വം ബോർഡോ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടുത്തെ സ്വകാര്യ ബോർഡുകളാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുരാതനമായ ക്ഷേത്രങ്ങളായതുകൊണ്ട് ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത്. ഇതാണ് കിഴക്ക് വശത്തെ ഗോപുരം. നല്ല ഉയരമുള്ള ഗോപുരത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ മുഖപ്പിനകത്ത് ഒരു വലിയ തേനീച്ചക്കൂട് കാണാം. അതുപോലെ തന്നെ ധാരാളം പക്ഷികൾ അതിൻ്റെ പല ഭാഗത്തും കൂട് വച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്രീ കോദണ്ഡ രാമസ്വാമി ടെമ്പിളാണിത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണിത്. ധാരാളം കൽപ്പടവുകൾ കടന്നു വേണം
നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ധാരാളം ഭക്തർ വരുന്ന വളരെ വിശിഷ്ടമായ ഒരു ക്ഷേത്രമാണിത്. പിൽഗ്രിംസിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പൂന്തോട്ടങ്ങളിലൊക്കെ, ഈ പുൽത്തകിടികളിലൊക്കെ ആളുകൾ രാത്രി വന്ന് വിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനുള്ള പിൽഗ്രിം സെൻറ്ററും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്ര മതിലിനോടനുബന്ധിച്ച് പൂന്തോട്ടം ക്രമീകരിച്ചിരിക്കും. അതിനുശേഷം ചുറ്റും നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള ഒരു വാക്ക് വേ കാണും, അതുപോലെ തന്നെ വഴിയും കാണും. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ ചുറ്റിക്കിടക്കുന്ന ഈ വഴിയിലൂടെ പോയി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇത്രയും സൗകര്യത്തോടു കൂടി സ്ഥലങ്ങളുള്ളത് കൊണ്ടാവണം ഇതുപോലെ വിശാലമായ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ രഥഘോഷയാത്രയൊക്കെ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ വഴികൾ ഇത്ര വിശാലമാക്കി വെച്ചിരിക്കുന്നത്. ഈ വഴികളിലൂടെയാണ് രഥഘോഷയാത്ര ചുറ്റിക്കറങ്ങി വരുന്നത്. ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും രഥങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ആനയെ എഴുന്നള്ളിക്കുന്ന പോലെയാണ് ഇവിടെ രഥത്തിലാണ് പ്രധാന ഉത്സവത്തിന് പ്രതിഷ്ഠ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ വടക്കേ ഗോപുരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തെക്കേ ഗോപുരത്തിൻ്റെ അതേ പണികൾ തന്നെയാണ് ഈ വടക്കേ ഗോപുരത്തിലും. നമ്മൾ തമിഴ്നാട്ടിൽ തൊട്ട് കാണുന്ന ക്ഷേത്രങ്ങളുടെ പോലെ വാതിലിൻ്റെ ആ ഭാഗം വരെ കരിങ്കല്ലിലും അതിന് മുകളിലേക്ക് ഈ ചുടുകട്ടയിലുമാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെ ബലവത്തായ വാതിലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെയും പണ്ടുകാലത്ത് ഭക്തർക്ക് വന്ന് തങ്ങാനുള്ള സത്രങ്ങൾ പോലെ ഉള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണിത്. പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു രീതിയിലാണ് ഇതിലെ ആർക്കിടെക്ചറൽ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ശില്പങ്ങളും കൊത്തുപണികളും എല്ലാം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു രീതിയിലാണ്. നമ്മുടെ ഹംപിയിൽ നമ്മൾ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും നടത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമാണിത്. പ്രധാന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഒന്നാണിത്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ്, വിജയനഗര സ്റ്റൈലിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. വാതിലിൻ്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതിലിൻ്റെ ആ ലെവലിൽ വരെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം മുകളിലേക്ക് ഇഷ്ടികയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗോപുരങ്ങളും അതോടൊപ്പം തന്നെ ആളുകൾക്ക് വന്ന് താമസിക്കുവാൻ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ തന്നെ ഉള്ള സത്രങ്ങളുമൊക്കെ നിർമ്മിച്ചാണ്, ആ രീതിയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ വശമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ നിർമ്മിതിയാണ്. ഏകദേശം 90% കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണിത്. ഈ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നിന്നും നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പൂജകൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രവേശനമില്ല. പ്രവേശനമുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതിയെ യാത്ര തിരിക്കാം. അങ്ങനെ പുരാതനമായ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിലൂടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൂടുതലും ഹൈന്ദവ ആളുകളും ചുരുക്കം മുസ്ലിം ആളുകളുമാണ് ജീവിക്കുന്നത്. കടപ്പ എന്ന് പറയുമ്പോൾ തന്നെ ആ കടപ്പക്കല്ലുകളുടെ ഒരു നാടായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കൃഷി രീതികളാണ്. വിവിധങ്ങളായ കൃഷി.
നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന അതിലും വലിയ രീതിയിലാണ് ഇവിടെ ഓരോ കൃഷികളും ചെയ്യുന്നത്. ഇവർ പച്ചപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ ഇന്നലെ കടന്നു വന്നത് ഒരു വലിയ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. കരടിയും പുലിയും ഒക്കെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് കടന്നു വന്നത്. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ പല ഭാഗങ്ങളും വൃത്തിയാക്കിയതിന് ശേഷം, അതായത് ഇവിടെ നിബിഡ വനങ്ങളല്ല, പല ഭാഗങ്ങളും വൃത്തിയാക്കിയതിന് ശേഷം അവിടുത്തെ ട്രൈബ്സിനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും അവർക്ക് സബ്സിഡി കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. നമുക്കറിയാം, വ്യവസായവും കൃഷിയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ മേഖലയും ഏറ്റവും വലിയ കാർഷിക മേഖലയും സംയോജിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് ഇന്ന് പോകാം. കടപ്പയിൽ നിന്നും റൂട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കടപ്പയിൽ നിന്നും അടുത്ത റൂട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിടി അടുത്തോട്ട് പോവുകയാണ്. കുഞ്ഞിടി അടുത്ത് ചെന്നതിന് ശേഷം നമുക്ക് സൈക്കിളുമായിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കാം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു നരസിംഹ വിഗ്രഹം, ഒരു വലിയ സ്റ്റാച്യു, നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെയുള്ള ഒരു വലിയ സ്റ്റാച്യു ഇവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, അതിൻ്റെ പണിയും കാര്യങ്ങളുമൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. ഒരു വലിയ സ്റ്റാച്യു ആണ് ഈ മലയുടെ പുറകുവശത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റാച്യുവിനോടൊപ്പം തന്നെ ഇവിടെ കാണുന്നത് വലിയൊരു കല്യാണ മണ്ഡപമാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപമാണിത്. ഒരുപാട് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും എല്ലാമുള്ള ഒരു കല്യാണ മണ്ഡപമാണ്. ഇത് കണ്ടോ, വളരെ മനോഹരമായൊരു കല്യാണ മണ്ഡപം. അങ്ങ് അകലെയാണ് കല്യാണ മണ്ഡപം. ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ വരുന്ന കല്യാണങ്ങൾക്ക് വരുന്നതാണ് ഇവിടുത്തെ. ഇത് കല്യാണ മണ്ഡപമാണ്. വലിയൊരു ആർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ വഴിയെ നമുക്ക് ഉൾഗ്രാമങ്ങളിലോട്ട് പോകാം. ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിലോട്ട് പോകുന്ന വഴിയാണിത്. അതുപോലെ തന്നെ അവിടെയെല്ലാം ധാരാളം കൃഷിഭൂമിയുടെ നഴ്സറികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വലിയ കല്യാണ മണ്ഡപം. അതിനോട് ചേർന്ന് രണ്ട് സൈഡിലും ഇതിൻ്റെ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കുവാൻ സൗകര്യമുള്ള ഒരു കല്യാണ മണ്ഡപം. നല്ല കാറ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. കാരണം ഇതാണ് വലിയ കല്യാണ മണ്ഡപം.